ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ആർട്ട്ലെസ് ബോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്തൊരു വീഡിയോ ടോപ്പിക് എന്താ വെച്ചാൽ തമ്പനിയിൽ കണ്ട മാതിരി തന്നെ നമുക്ക് iOS ഇൻസ്റ്റാഗ്രാമിലിടുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റോറി ഇടാൻ പറ്റുന്ന ഒരു ആപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ എന്തൊരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ആപ്പ് അതിനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയുന്നില്ല, അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ആപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മുടെ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പക്ഷേ ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ടാവും, അതുമാതിരി തന്നെ എങ്ങനെയാണ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അത് നമ്മൾ പ്രാവശ്യം വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും പുതിയ സ്റ്റെപ്പാണ്, അത് നിങ്ങൾ കണ്ടിട്ട് വരിക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്കൊരു യൂട്യൂബിലൊരു വീഡിയോ വരുന്നതാണ്. ആ വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ട് എങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കാണാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആപ്പ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഈ ചാനൽ ആ ആപ്പിൻ്റെ ലിങ്കും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വന്നാൽ ലാസ്റ്റ് നമ്മുടെ ആപ്പ് വരാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ്. പിന്നെ നമുക്ക് അവിടെ നിന്നാണ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞാൽ 1K ലൈക്കാണ് നമ്മളെല്ലാ വീഡിയോസിലും പറയുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്താൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക. അപ്പോൾ വേഗം ലൈക്ക് അടിക്കട്ടോ. ഓക്കെ, പിന്നെ ജസ്റ്റ് നമുക്കിനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഇതെങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ചാനൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് കണ്ടാൽ മതി. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പാസ്വേഡ് വരും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ആ പാസ്വേഡ് കിട്ടും. അപ്പോൾ പാസ്വേഡ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആപ്പ് എക്സ്ട്രാക്ട് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ അതിൽ ഏകദേശം ഡൗൺലോഡ് ചെയ്യണ ഒരു സ്റ്റെപ്പ് വരെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഞാൻ കാണിച്ചില്ല, ബാക്കി നമുക്ക് ഇതിൽ കാണിച്ചു തരാം. ഈ ഒരു സിപ്പ് ഫയലായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. ഹോണിസ്റ്റ വേർഷൻ 6.1 ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇൻസ്റ്റാളായി വരും. അപ്പോൾ ജസ്റ്റ് ആ സിപ്പ് ഫയൽ ഇൻസ്റ്റാൾ ആകണം ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ട് വരും. അതിനുശേഷം നമുക്ക് വേണ്ട ആപ്പാണ് സെഡ് ആർച്ചിവർ എന്നൊരു ആപ്പാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക വെച്ചെങ്കിൽ അവിടെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും സെഡ് ആർച്ചിവർ എന്നൊരു ആപ്പ്. ജസ്റ്റ് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്നാലും ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ആപ്പാണ് സെഡ് ആർച്ചിവർ എന്നൊരു ആപ്പ്. നിങ്ങൾ എന്തായാലും ഇത് ഡൗൺലോഡ് ഫൈനലായിട്ട് നമ്മുടെ ഡൗൺലോഡ് ചെയ്തത് ഇങ്ങനെ ഒരു സിപ്പ് ഫയലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതേമാതിരി നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഇതിലേക്ക് വരിക. എക്സ്ട്രാക്ട് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫയൽ എടുത്ത് എക്സ്ട്രാക്ട് ചെയ്യുക. അതിനുശേഷം ഹോണിസ്റ്റ് അവിടെ കണ്ട എക്സ്ട്രാക്ട് ഹെയർ വേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നില്ല, നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാൻ നിങ്ങൾക്ക് ഇതിനിടയിൽ തന്നെ പാസ്വേഡ് കിട്ടും. നമ്മൾ പാസ്വേഡ് കൊടുക്കാതെ ഇപ്പോൾ വീഡിയോ ചെയ്യില്ല. അപ്പോൾ ചിലർ ഒരു പാസ്വേഡ് കണ്ട്, കാരണം അതൊരു വീഡിയോ ഫുള്ളായി കാണാത്ത കാരണമാണ് അവർക്ക് ആ പാസ്വേഡ് കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് എന്തായാലും സ്ക്രീനിൽ കിട്ടും. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഫോളോ ചെയ്യും. ആപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ചിലവർ ആപ്പ് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറയും. ജസ്റ്റ് കാരണം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും പാസ്വേഡ് അടിച്ചിട്ട് ബാക്കിയുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഗൈസ് പാസ്വേഡ് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ കുറച്ച് ഇമോജിയുടെ സെക്ഷൻസും ബാക്കിയുള്ളതൊക്കെ കിടക്കുന്നുണ്ട്. ആപ്പും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ആപ്പും അതിൻ്റെ ഫയൽസും വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോണിസ്റ്റ 6.5 ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെയാണെങ്കിൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് പോവുക. ഞാൻ അവിടെ ഞാൻ മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയുള്ളൂ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഒരു പ്രൊസീജിയർ. ബാക്കി മുന്നത്തെ സ്റ്റെപ്പൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട് ലിങ്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആ കാര്യം മറക്കരുത്. എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് മാത്രമാണ് നമ്മുടെ ആപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ളത് വരെ എത്തുള്ളൂ. അപ്പോൾ അതൊന്നും കണ്ടിട്ട് വരാത്തവരാണെങ്കിൽ ലിങ്കിൽ കയറാൻ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് ആപ്പിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെന്തായാലും ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇങ്ങനെയാണ് നമ്മുടെ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് പറയുന്നത്. നിങ്ങൾ ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ അവിടെ ഫേക്ക് അക്കൗണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിൽ കാണുന്നൊരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹോണിസ്റ്റ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻസ്റ്റാഗ്രാം സീക്രട്ട് ഓപ്ഷൻ പറഞ്ഞൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ അതിൽ കാണിക്കുന്ന ഓപ്ഷൻസൊക്കെ ഒന്ന് എനേബിൾ ആക്കി വരിക.
ഒന്ന് റീബൂട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്പ് നമുക്ക് വീണ്ടും ഓപ്പണായി വരുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ സെറ്റിങ്സ് തന്നെ എടുക്കുക. അതിനുശേഷം ഹോണിസ്റ്റ സെറ്റിങ്സ് എടുക്കുക. അപ്പം കാണാൻ പറ്റും തീം ആൻഡ് UI വേണ്ട ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് എടുക്കുക. എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇമോജി ടൈപ്പ് വേണ്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഫ്രം ലോക്കൽ വേണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് അതൊന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഇതേമാതിരി നമ്മൾ ഡയറക്റ്റ് സെഡാർച്ചോർ എടുക്കുക. അതിൽ നിങ്ങൾ ഏത് ഫോൾഡറിലാണ് നിങ്ങളത് വെച്ചെന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഞാനിവിടെ ആക്കി വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഹോണിസ്റ്റ 16.4 വേണ്ട ഓപ്ഷൻ ഓക്കെ കൊടുക്കുക. അതിപ്പോൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കൂടി ചെയ്യാണ്ട് അതിന് ആഡ് ഫോണ്ട് വേണ്ട ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. അതുമാതിരി ഫ്രം ലോക്കലിൽ തന്നെ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഹോണിസ്റ്റ ആപ്പ് എടുക്കാൻ പറ്റും, അല്ല ഹോണിസ്റ്റയുടെ ഫയൽ എടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ കയറാച്ചെങ്കിലും ഇവിടെ നമ്മുടെ സിസ്റ്റം ഫോൾഡറിൽ വരുന്നതാണ്. കുറച്ച് അടിക്കുക വെച്ചെങ്കിൽ ഹോണിസ്റ്റ 6 വേർഷൻ അതിൽ കാണാൻ പറ്റും. ഇതിലുള്ള ഫോണ്ടുകൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രണ്ണേ ഉള്ളൂ. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെലക്ട് ആക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ അതവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ആഡ് സ്റ്റോറി ഫോണ്ട് വേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് അതും കൂടി ഒന്ന് എടുക്കുക. അതിനുശേഷം അവിടെ നമ്മൾ ഫ്രം ലോക്കൽ തന്നെ എടുക്കുക. അപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ നിന്നാണ് അത് ആഡ് ആവുക. അതിനുശേഷം നമ്മൾ തന്ന ഫയലിൽ തന്നെ എടുക്കുന്നുണ്ടാവും. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഫോണ്ടുകളൊക്കെ ജസ്റ്റ് ഇതേമാതിരി ലോങ് പ്രസ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ചെയ്യുക, നമ്മളിപ്പോൾ 2 ചെയ്തിട്ടുണ്ടല്ലോ, അത് ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ ഫോണ്ടുകളും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. iOS ബോണ്ട്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ടുകൾ മാത്രങ്ങൾ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. അതിനുശേഷം സെലക്ട് കൊടുക്കുക. അത് ഡയറക്റ്റ് അതിൽ ആഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റോറി ഫോണ്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റോറിയുടെ ഒരു സെറ്റ് ഇതായിട്ടുണ്ട്. ശേഷം നമുക്ക് സ്റ്റോറി ഫോണ്ട് ബാക്ക്ഗ്രൗണ്ട് വേണ്ട ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും മോഡേണിലാണ് ഇവിടെ എടുക്കുന്നത്, അത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ബാക്ക് വരിക. ശേഷം ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരുന്നതാണ്. നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാത്തിലും കിട്ടുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ് ഡെവലപ്പർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നിങ്ങളവിടെ ഗോ ടു ഡെവലപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഡെവലപ്പർ ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മെറ്റ കോൺഫിഗ് സെറ്റിങ്സ് ആൻഡ് ഓവർ റീഡ്സ് വേണ്ട ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ടിപ്സും പിന്നെ വീഡിയോ സ്റ്റിക്കേഴ്സും കേട്ടോ. ഓക്കെ, വീഡിയോ സ്റ്റിക്കേഴ്സ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റിക്കർ നട്ടാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ക്ലിപ്സ് ആൻഡ് വീഡിയോ സ്റ്റിക്കർ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് തന്നെ എനേബിൾ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് എനേബിൾ ആക്കിയതിന് ശേഷം അടുത്തത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിനുശേഷം വീണ്ടും വരിക. അതിനുശേഷം ക്ലിപ്സ് പ്ലേ ലിസ്റ്റ് വേണ്ടോ സെർച്ച് ചെയ്യുക. കുറച്ച് ഓപ്ഷൻസ് വരും. ജസ്റ്റ് ഇതൊക്കെ എനേബിൾ ആക്കി കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് ഇതേമാതിരി സെർച്ച് ചെയ്യാനുള്ളത് സ്ക്രബിൾ ഡ്യൂറേഷൻ ആണ്. ജസ്റ്റ് അതിൽ 0 കൊടുക്കുക.
ഓക്കെ കൊടുക്കുക. ഡെൻറ്റ് കൊടുക്കുക. ശേഷം തീം സെർച്ച് ചെയ്യുക. ഇതിൽ വരുന്നതിൽ ഇതൊക്കെ ഒന്ന് എനേബിൾ ആക്കി കൊടുക്കുക. ഓക്കെ. ശേഷം ഇമോജി എന്ന് സെർച്ച് ചെയ്യുക. അടിയിങ്ങനെ പോകുമ്പോൾ മൈഗ്രേറ്റ് വേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം 5 മാറ്റിയിട്ട് 0 കൊടുക്കുക. ഓക്കെ. ശേഷം നമ്മുടെ ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓണിസ്റ്റ് എടുക്കുക. അപ്പോൾ ഇത്ര ഉള്ളൂ iOS ഫോൺ കിട്ടാനുള്ള എൻ്റെ ഒരു സ്റ്റോറി. ഇനി നമുക്ക് കർവ് എങ്ങനെ കിട്ടുക നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ സ്റ്റോറിയിൽ നമുക്ക് കർവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് മെൻഷൻ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അത് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും സ്റ്റോറിയിൽ. അതായത് നമ്മൾ റീമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് കർവ്ഡ് എഡ്ജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ എത്ര ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് മാത്രം നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രമേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം നമ്മുടെ ഈ ലിങ്കിൽ കയറിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ കയറിയിട്ട് മാത്രം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസ് ഇട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഉടനടി എത്തുന്നതാണ്. അപ്പോൾ 1K ലൈക്കുകൾ എത്തിക്കുക. അപ്പോൾ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.